ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയല്ല? എങ്ങനെയുണ്ട് വീട്ടിലിരിപ്പൊക്കെ? എങ്ങനെ പോകുന്നു? കമൻറ്റ് ചെയ്യാം കേട്ടോ താഴെ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ യൂട്യൂബിൽ വന്ന കമൻസ് മുഴുവനും തടി വെച്ചിട്ടുണ്ടല്ലോ, തടി വെച്ചിട്ടുണ്ടല്ലോ, തടി വെച്ചിട്ടുണ്ടല്ലോ, ഇതല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല. സത്യം പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നാണക്കേട് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതേപോലത്തെ കമൻസ് ആണ് കേട്ടോ കൂടുതലും വരുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. കാരണം ഞാൻ തടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഒരു കമൻറ്റ് ചെയ്യുന്നത് തന്നെ. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ വെയിറ്റ് ഒന്നും ഭയങ്കരമായിട്ട് കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. കൂടിയിട്ടില്ലാന്ന് വെച്ചാൽ എൻ്റെ വെയിറ്റ് ആ ഒരു 65 റേഞ്ചായിരുന്നു എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ ഒരു 65 റേഞ്ചിൽ തന്നെയാണ് കേട്ടോ എൻ്റെ വെയിറ്റ് ഉള്ളത്. വെയിറ്റ് ഒന്നും ഭയങ്കര കൂടിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ കുറച്ചൊന്ന് തടി വെച്ചായിട്ടൊരു ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മുഖമൊക്കെ കുറച്ചൊന്ന് ചബ്ബിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ മുഖത്തിൻ്റെ കൂടെ പ്രശ്നമുണ്ട് കേട്ടോ. എൻ്റെ കവിള് കണ്ടില്ല, എൻ്റെ കവിള് ഇങ്ങനെ രണ്ട് സൈഡിൽ കുറച്ചിങ്ങനെ മിക്കി മൗസിൻ്റെ പോലത്തെ കവിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് നന്നായാൽ തന്നെ മുഖം ഭയങ്കരമായിട്ട് വീർത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇങ്ങനെ. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ, ഇപ്പോൾ ജോലിക്കും പോകുന്നില്ല, ഇപ്പോൾ ക്വാറൻറ്റൈനും കൂടെ ആയതുകൊണ്ട് എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും നന്നായിട്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ തടി വെച്ചായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് അങ്ങനെ തോന്നുന്നത്. പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊന്ന് എക്സസൈസൊക്കെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ സാധാരണ അങ്ങനെ എക്സസൈസ് ഒന്നും ചെയ്യില്ല കേട്ടോ, ഭയങ്കര മടിച്ചാണ് ഞാൻ. പക്ഷെ ഞാൻ എന്തായാലും കുറച്ച് എക്സസൈസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ 1-2 ആപ്സൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് സൂംബായും എന്താ പറയുക, ക്ലാസിക്കൽ ഡാൻസ് വരെ ഞാനിപ്പോൾ ചെയ്യാറുണ്ട് തടി കുറയ്ക്കാനായിട്ട്. എനിക്കിങ്ങനെ എക്സസൈസ് ചെയ്യുന്നതിനോട് ഭയങ്കര മടിയാട്ടോ. ഞാനിതുപോലെ മുന്നേ വർക്ക് ചെയ്തിരുന്ന കമ്പനി ഉണ്ടല്ലോ, എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എനിക്ക് കുറച്ച് നടത്തമുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. അപ്പം കുറച്ച് നടത്തമുള്ളതുകൊണ്ട് എനിക്കതൊരു എക്സസൈസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കത് വേഗം എൻ്റെ തടി വേഗം തടി കുറയായിരുന്നു കേട്ടോ ആ സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ നടത്തവും ഇല്ല. ഞാൻ ഈ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയിൽ എനിക്ക് നടക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് അങ്ങനെ തടി ഭയങ്കരമായിട്ട് കുറഞ്ഞില്ല, ആ ഒരു റേഞ്ചിൽ നിൽക്കായിരുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ നടക്കില്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ഞാൻ നടക്കും, അല്ലാണ്ട് നടക്കാനായിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഭയങ്കര മടിയാണ്. പക്ഷേ ഞാൻ എന്തായാലും ഒരു ചാലഞ്ച് എനിക്കിട്ട് തന്നെ ഞാൻ ഒരു ചലഞ്ച് കൊടുത്തേക്കാണ്. ഒരു 30 ഡേയ്സിനുള്ളിൽ ഞാനൊരു 10 കിലോ കുറയ്ക്കും എന്നൊക്കെ ആട്ടോ ഞാൻ വിചാരിച്ചേക്കുന്നത്. 10 കിലോ കുറയ്ക്കുമെന്ന് എനിക്കറിയില്ല, ഒരു 2 കിലോ എങ്കിലും കുറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ വലിയ കൺട്രോളിങ് ഒന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന ആളൊന്നുമല്ല. പ്രോപ്പർ ഡയറ്റൊന്നും ഫോളോ ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്. പക്ഷേ ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് പിറകോട്ടാണ്. അതായത് ഞാൻ 2 ചപ്പാത്തിയുടെ മേലോട്ടൊന്നും ഞാൻ കഴിക്കാറില്ല. ചപ്പാത്തി ആണെങ്കിലും എന്താണെങ്കിലും 2 എണ്ണം, അതിനപ്പുറം ഞാൻ കഴിക്കുകയേ ചെയ്യില്ല. ഇപ്പോൾ ചോറാണെങ്കിലും ഭയങ്കര കുറവായിട്ട് ഞാൻ ചോറൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനൊന്നുമില്ല. ഞാൻ പറയില്ല, പണ്ട് ഞാൻ നടക്കുന്ന സമയത്ത് ഒരു 20 മിനിറ്റ്സ് 40 മിനിറ്റ്സ് നടത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നടത്തം കൊണ്ടാണ് എൻ്റെ വെയിറ്റ് കുറയായിരുന്നു. ഫുഡ് നോർമൽ ഫുഡ് തന്നെയായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഫുഡൊന്നും കൺട്രോൾ ചെയ്യണില്ല. പക്ഷേ എന്നാലും കുറച്ച് മധുരമൊക്കെ കുറയ്ക്കണം എന്ന് വിചാരിക്കണം കേട്ടോ. മധുരം കഴിക്കൽ കുറച്ച് കൂടുതലാണ്. അതുപോലെ ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ചിപ്സ് സാധനങ്ങൾ അതൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ. മധുരമല്ലാണ്ട് നാരങ്ങ വെള്ളം കുടിച്ചിരുന്നു. മധുരമില്ല, ഞാൻ ഓർത്ത് നാരങ്ങ വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചാട്ടോ മധുരം ഇല്ലാണ്ട് കുടിക്കാനായിട്ട്. പക്ഷേ ഇന്ന് ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല കേട്ടോ. അപ്പം ഓക്കെയാണ്, നമുക്ക് നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല, പക്ഷേ സ്റ്റിൽ നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാമെന്നൊക്കെ വിചാരിക്കുകയാണ്. ഫുഡ് നേരത്തിന് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഭയങ്കര ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കണം. അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് സമയത്തിനാക്കണം, ഉറക്കം കുറച്ച് നേരം ആക്കണം. ഇതൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് മുറ്റത്തിറങ്ങി നടന്നേട്ടോ. നടക്കൊന്നുമില്ല, നടത്തമല്ലേലും ഞാൻ എത്ര നടന്നാലും ഞാൻ പതിയെ നടക്കുകയുള്ളൂ. അങ്ങനെ നടന്നെന്ന് വെച്ച് ഞാൻ വിയർക്കൊന്നുമില്ല കേട്ടോ. എത്ര നടന്നതിനാലും ഞാൻ ആ ഒരു സ്ലോ മോഷനിൽ നടന്നതിനാൽ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് നടത്തം ഒന്നും ചെയ്യില്ല. എന്നാലും ഞാൻ വെറുതെ ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് മുറ്റത്തൂടെ നടക്കായിരുന്നേ. അപ്പോൾ കുറേ പേരായിട്ട് ചോദിക്കാനുണ്ട് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരുമോ, ഇവിടെ കുറേ ചെടികളും പൂക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അത്യാവശ്യം കുറച്ച് ചെടികളല്ല മരങ്ങളൊക്കെ, എന്ത് മരം ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല കേട്ടോ. അതേപോലെ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഉമ്മച്ചിയുടെ ആണ് കേട്ടോ. ഞങ്ങളാരും ഇതിൽ തൊടാറ് പോലും ഇല്ല. ഫുൾ ക്രെഡിറ്റ് ഉമ്മച്ചിയുടെ തന്നെയാണ്. ഉമ്മച്ചിക്ക് കുറച്ച് കോഴികളും താറാവും എല്ലാം ഉണ്ട്, പൂച്ചയുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉമ്മച്ചിക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കോഴികളെ റീസെൻ്റായിട്ട്
കഴിഞ്ഞ ദിവസം പട്ടി പിടിച്ചോണ്ട് വരും, 10 കോഴികളെ ഒറ്റയടിക്ക് പട്ടി പിടിച്ചോണ്ട് പോയിട്ട് ഉമ്മച്ചി ആകെ സെൻറ്റി അടിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതാ ഇപ്പോൾ തന്നെ ഇവിടെ കാണുന്ന ഉമ്മച്ചിയുടെ ഓർക്കിഡ് തോട്ടമാണ് കേട്ടോ. അതായത് ഇതാണ് ഉമ്മച്ചിയുടെ ഓർക്കിഡ് തോട്ടം. അവിടെ ഇങ്ങനെ ഗ്രീൻ നെറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തേക്കാണ് കേട്ടോ. കുറേ ഓർക്കിഡ് ഉണ്ട് കേട്ടോ, കുറേ കളക്ഷൻസ് ഉണ്ട്. അത് നോക്കിയേ, കുറേ ഉണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് ഓർക്കിഡിനായിട്ട് സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു, നല്ല പല പല കളേഴ്സിലെ പല വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഉമ്മച്ചി കുറച്ച് ദിവസം മുന്നേ ഒരു അബദ്ധം കാണിച്ചു. ഉമ്മച്ചി എന്തോ ചാണകം വെള്ളോ അങ്ങനെ എന്തൊക്കെയോ ഇതിനകത്ത് കലക്കി ഒഴിച്ചോടുകൂടി ഓർക്കിഡൊക്കെ ആകെ ഒന്ന് കഴിഞ്ഞ് ഏകദേശം പോകുന്ന പരുവത്തിലൊക്കെ നിൽക്കായിരുന്നു. ഇപ്പം അവരൊക്കെ എന്താ റിക്കവർ ചെയ്ത് വരുന്നല്ലോ കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ പൂക്കളൊന്നും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഉമ്മച്ചി അതിനെ ഭയങ്കര വിഷമത്തിലാണ്. ഇവിടെ വടിയൊക്കെ കുത്തി വെച്ചിട്ട്, വടിയല്ല ഈ തടിയൊക്കെ കുത്തി വെച്ചിട്ട് അതിനകത്തൊക്കെ ഓർക്കിഡൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചി എന്തൊക്കെയോ ഒക്കെ അതാ ഇവിടെ നോക്കിയത്, ഇതിനകത്ത് കുറേ ഉണ്ട്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ തൂണ് പോലെയൊക്കെ ആക്കിയിട്ട് അതിനകത്തൊക്കെ ഓർക്കിഡ് നട്ടേക്കാണ്. ഇവിടെ എന്തൊക്കെ ചെടിയുണ്ട് ഉമ്മച്ചി? ഇവിടെ എനിക്ക് ഒത്തിരി, ആദ്യം എനിക്ക് ആന്തൂറിയായിരുന്നു, പല വെറൈറ്റി ആന്തൂറിയായിരുന്നു. എനിക്ക് എല്ലാത്തിനും ഭയങ്കര കെയറിങ് കൂടി ഞാൻ കൊണ്ട് യൂറിയ വളം എല്ലാത്തിനും ഇട്ട് അമിത അളവ് കൂടി എല്ലാം കരിയിച്ച് കളഞ്ഞു. അങ്ങനെ ആന്തൂറിയൊക്കെ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തുടങ്ങിയത് ഓർക്കിഡ് യൂഫോബിയായിരുന്നു. യൂഫോബിയ പല കളറുണ്ടായിരുന്നു, എല്ലാ വെറൈറ്റി കളറുമായിരുന്നു. അസുഖം വന്നപ്പോൾ പിന്നെ അതും അസുഖമല്ല, യൂഫോബിയ വളർത്താൻ പാടില്ല എന്നുള്ള അത് വന്നപ്പോൾ അത് മാറി. അത് കഴിഞ്ഞ് പിന്നെ ഓർക്കിഡ് തുടങ്ങി. ഓർക്കിഡ് ഈ പറഞ്ഞ പോലെ ഇഷ്ടത്തിന് 2-3 കളർ അവിടെ നിന്നൊക്കെ മേടിച്ചും വിലക്ക് മേടിച്ചും ഒക്കെ വെച്ച് പിന്നെ അതിൽ നിന്ന് തന്നെ ഞാൻ ഒത്തിരി വിത്തുകൾ ഉണ്ടാക്കി നല്ല രീതിയിലൊക്കെ കിളിപ്പിച്ച് വന്നതായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു റോസ ഉണ്ടായിരുന്നു ഇവിടെ, പനിനീർ റോസ, നിറച്ചും പൊങ്ങിട്ട് നിറച്ചും പൂ പിടിച്ചിരിക്കുന്ന ഒരു റോസ. അതിൽ പിന്നെ അതിനെന്തോ ഒരു ഇൻഫെക്ഷനായി. അതിന് അത് തന്നെ ഇൻഫെക്ഷനായിട്ട് അത് കളയാൻ എനിക്ക് തോന്നിയില്ല. അതിൽ നിന്ന് മരുന്നൊക്കെ ഒഴിച്ച് മാറ്റാൻ നോക്കിയിട്ട് മാറിയില്ല. അപ്പോൾ അതിൻ്റെ അസുഖം കയറി. ഇതൊക്കെ നല്ല കൊച്ചിലേ വെച്ച് നല്ല ആർത്ത് തൈകൾ ഞാൻ കുറച്ച് കടയിൽ ഇതൊന്നും മേടിച്ച് ഫാമിൽ നിന്ന് മേടിച്ച് ഇതൊക്കെ ഞാനായിട്ട് ഉൽപ്പാദിപ്പിച്ചൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഈ റോസയുടെ അസുഖം പിടിച്ചപ്പം അതെല്ലാം അങ്ങനെ പോയി. ഞാൻ പറഞ്ഞ ചാണകവെള്ളം ഒഴിച്ചിട്ട് പോയതാ. ചാണകവെള്ളമല്ല, ചാണാപ്പൊടിയും കൊണ്ടിട്ടാ ഇടയ്ക്ക് ഞാൻ ചാണാപ്പൊടി ഇട്ട് എന്തുവാണ് എല്ലാത്തിലും എപ്പോഴും പൂവായിരുന്നു. അതോടുകൂടി എൻ്റെ ഓർക്കിഡ് നോക്കിക്ക് എല്ലാതേ കരിഞ്ഞത് കണ്ട. ചാണാപ്പൊടി ഇട്ടതാണ് ആ റോസയുടെ ഇൻഫെക്ഷൻ കയറിയതാണ് എന്താണെന്നറിയില്ല. എല്ലാം മുരടിച്ചു. ഇതെല്ലാത്തിനും ഇതൊരു സൈസ് കറുത്ത കുത്തുപോലെ ഇതിലൊക്കെ ആർത്ത് പിടിച്ചിരുന്നതാ. എല്ലാം കരിഞ്ഞ് നിറച്ച് എൻ്റെ എന്നും പൂവായിരുന്നു. ഇപ്പം അതോടുകൂടി പൂവില്ല. ഇപ്പം എന്തേ രണ്ടാമത് കിളുത്ത് വരുന്നതേ ഉള്ളൂ ഓരോന്ന് വരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഓർക്കിഡാണെങ്കിൽ ആ കിളുത്തത് അവിടം വെച്ച് മുരടിച്ചു പോയി. അടുത്തത് പിന്നെ കിളുത്ത് വരുക. എല്ലാ കളറും ഉണ്ട്, എല്ലാ വെറൈറ്റി കളർ. ഇതിന് പൂ പിടിക്കുമ്പോഴേ അറിയുള്ളൂ. എല്ലാം ഒരു 10-50 സൈസോളം ഓർക്കിഡ് എനിക്കുണ്ട്. പക്ഷെ എല്ലാം ഇങ്ങനെ പറ്റിപ്പോയത് കൊണ്ട് എനിക്കെല്ലാം തുടങ്ങാൻ പോവാല്ലേ. ഞാൻ ഇവിടെ വലിയ ഇതിൽ ഞാൻ പറഞ്ഞത് ഈ വീട് മൊത്തം പറമ്പ് മൊത്തം ഞാൻ ദുബായിലുള്ളപ്പോ മേടിച്ചത്. ഞാൻ ദുബായിലുള്ളപ്പോ കുറച്ച് ഓർക്കിഡ് മേടിച്ചിട്ട് എന്തൊരു തള്ളലായെന്ന് അറിയാമോ. ഓർക്കിഡ് കൃഷി തുടങ്ങാൻ പോണ്, എന്താ ബിസിനസ് ആക്കാൻ പോണെന്നൊക്കെ വിചാരിച്ചതാണ്. നിറച്ചും അങ്ങോട്ട് പൂക്കളാക്കാം. പക്ഷെ എന്തോ ഇൻഫെക്ഷൻ കയറിപ്പോയി, അതിൽ പറ്റിയതാ. റെഡിയാക്കി എടുക്കും. ഞാനിപ്പം കുഞ്ഞുമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് സമയമില്ല. എനിക്കിതൊക്കെ വലിയ ഇഷ്ടവും പച്ചക്കറി അത് ഇതൊക്കെ. പക്ഷെ ഇപ്പം നേരവും ഇല്ല, കൊച്ചിൻ്റെ കാര്യം നോട്ടവും. കുഞ്ഞത് എവിടെ ഇരിപ്പുണ്ട്? കുഞ്ഞെന്ത് ചെയ്യണേ? എന്ത് കല്ല് പറക്കുന്ന അവളുടെ പൊട്ടക്കണക്ക് തുടങ്ങി. ഇത് മഞ്ഞ വാൻഡയാണ്. പൂവൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ആ ഫംഗസ് കയറിയപ്പോൾ അതെല്ലാം നശിച്ചു പോയി. ഇപ്പം രണ്ടാമത് കിളുത്ത് വരുന്നത്. ഇനി എപ്പോഴാണ് ആ പൂവ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. അതേപോലെ ഇവിടെയും ഉണ്ട്. അതേപോലെ വാൻഡ വേണ്ട ഇത് അതേപോലെ നല്ലൊരു പൂവാണ്. നല്ല വയലറ്റ് കളർ, നല്ല ഭംഗിയായിരുന്നു അതിൻ്റെ പൂ. പക്ഷെ അതും എല്ലാത്തിനും എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എല്ലാം എന്തോ. ഇതൊക്കെ എന്തോ വെച്ചേക്കണേ? ഇതൊക്കെ ഇതിൻ്റെ തൈകളാണ്. ഇതെന്ത് ചെടിയാ? ഫെനലോസിസ്. അത് റെഡ് പല കളറുണ്ട് അതിൻ്റെ. ഓർക്കിഡാണ്, ഓർക്കിഡ് തന്നെ. പിന്നെ സപ്പോട്ട ഞാൻ അന്ന് കാണിച്ചല്ലേ. സപ്പോട്ട ഉണ്ട്, എല്ലാം ഉണ്ട്. മാവുണ്ട്. അവിടെ മാവുണ്ട്, ഇവിടെ മാവുണ്ട്, പിന്നെ അവിടെ ഒരു മാവുണ്ട്. ആ മാവ് മറ്റേ അതിങ്ങനെ മറ്റേ അങ്ങനത്തെ മാങ്ങാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇത് നല്ല ഇതാണ്. ഇത് ചുമന്ന കളറിലെ ഒരു മാങ്ങ, നല്ല ടേസ്റ്റാണ് ഇതിലെ മാങ്ങ. അതങ്ങനെ എവിടെ നമ്മൾ ഏത് കടയിൽ നിന്ന് ഏതെല്ലാം മാങ്ങ നിന്നാലും
ഈ ടേസ്റ്റ് കിട്ടത്തില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഈ മാങ്ങയുടെ. കുണ്ടറ മാങ്ങാന്നുണ്ടാണെന്ന് തോന്നുന്നു പേര്. ശരിക്കും കൊറേ മാവുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ കൊറേ മാവൊക്കെ ഉണ്ടായിരുന്നു. കൊറേ നമ്മുടെ ഇവിടെ സ്ഥലത്തെ വെള്ളം നിൽക്കും, അതുകൊണ്ട് ചില മാവൊക്കെ മഴക്കാലത്തൊക്കെ താഴെ വീണ് കിടക്കുന്നതാണ്. എല്ലാം നടും, എല്ലാം പപ്പരി അതും ഏത് വെള്ളത്തിലും എല്ലാം ടയറിനകത്ത് വെച്ചിട്ട്, തെങ്ങ് വരെ ടയറിനകത്ത് വെച്ചിട്ടുണ്ട്. പനയാണ്. എല്ലാം ടയറിനകത്ത് വെച്ചിട്ട് കളിപ്പിച്ചേക്കാണ്. ഓർക്കിഡ് ഞാൻ ഇങ്ങനെ വിത്തുണ്ടാക്കും, ഇങ്ങനെ മുറിച്ച് വെക്കുമ്പോ പൊട്ടിക്കിളുക്കും. ഇത് അതിന്റെ കമ്പ് മുറിച്ച് കെട്ടി വെക്കും, അപ്പൊ അതിൽ നിന്ന് പൊട്ടിക്കിളുക്കും. പിന്നെ അതേപോലെ അത് ഈ ട്രേക്കകത്ത് ഞാൻ കെട്ടി വെക്കും. പിന്നെ അടീനയുണ്ട്, ബ്ലൂ കളറ്, അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ് ഇവിടെ കുറെ അകത്ത് മേടിച്ച് വെച്ചതാണ്, പക്ഷെ അതൊന്നും ഒരു സുഖമില്ല. അപ്പം വിത്തുകളൊക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം കൊണ്ടൊന്ന് പുറത്ത് വെച്ചിരിക്കും. അതിൻ്റെയൊക്കെ വിത്തുണ്ടാകുമ്പം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് അതൊക്കെ ആകട്ടെ എന്നും പറഞ്ഞ് എല്ലാം കൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ കടയിൽ നിന്ന് മേടിച്ചാണ്, ഇതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നത്. ഇല്ല ഇല്ല, എല്ലാം കടയിൽ നിന്ന് ഭയങ്കര വിലയ്ക്ക് മേടിക്കുന്ന ഇതൊക്കെ. ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് യൂഫോബിയായും പിന്നെ അത് അപ്പുറത്തേക്കായിട്ട് കുറച്ച് ബൊഗെയിൻവില്ലയും കൂടെ ഉണ്ട് കേട്ടോ. അതിനകത്തൊക്കെ പൂ പിടിച്ചിട്ടുണ്ട്, പല കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കളേഴ്സ് ഉണ്ട്, ഇപ്പൊ ചെറുതായിട്ട് പൂക്കൾ പിടിച്ച് വരുന്നേ ഉള്ളേ. ഇതും ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിപ്പോ കരിഞ്ഞപ്പോൾ കൊണ്ട് പുറത്ത് വെച്ചതാ. ഇത് ആന്തൂറിയ ഉണ്ടേ, ആന്തൂറിയും കുറച്ചേ ഉള്ളു, ആകെ 3-4 ചട്ടി ആന്തൂറിയേ ഉള്ളൂ. ഇത് നമ്മുടെ വീടിന്റെ സൈഡ് ഭാഗമാണ് കേട്ടോ. അപ്പൊ അവിടെ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. അവിടെ എന്താ ഓർക്കിഡ് ഉണ്ട്, ഓർക്കിഡ് ഇല്ലാത്തൊരു സ്ഥലമില്ല, എല്ലായിടവും കൂടെ ഓർക്കിഡ് നട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഗ്ലോബിക്കാണ്. ഗ്ലോബിക്കയ്ക്ക് കുറെ പേരുണ്ടല്ലോ, ലൂബിക്ക എന്നൊക്കെ പറയില്ലേ, ആ സംഭവത്തിന്റെ ഇതാണ് കേട്ടോ. അതിവിടെ പണ്ട് വലിയൊരു മരം ഉണ്ടായിരുന്നു, മഴ പെയ്തപ്പം വീണുപോയി. പിന്നെ മൈലാഞ്ചി ഉണ്ട്, പപ്പരയുണ്ട്, പപ്പായ ഉണ്ട്, വാഴയുണ്ട്, അപ്പുറം സപ്പോർട്ട് തന്നെയാണല്ലേ. അത്രയും സാധനങ്ങളൊക്കെ ആട്ടോ ഈ ഒരു സൈഡിലുള്ളത്. തീർന്നിട്ടില്ല, ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു സൈഡിലും വാഴയുണ്ട്, മാവുണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങള്, പേരയുണ്ട്. അതുപോലെ ക്യാൻസർ രോഗികൾക്ക് ഉപയോഗിക്കുന്ന ചക്ക, എന്തോ ഒരു സൈസ് മുള്ളൻ ചക്കയാ, എന്തോ ഒരു ചക്ക ഉണ്ടെന്ന്, ക്യാൻസർ രോഗികൾക്കൊക്കെ നല്ലതാന്നൊക്കെയാണ് ഉമ്മച്ചി പറയുന്നത് കേട്ടോ. ഇതാണോ? ഒരു ചക്കയുണ്ട്. പിന്നെ ഇവിടെ കാരക്ക ഉണ്ട്, കാരക്ക ഇല്ലേ നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് കഴിക്കണേ, കാരക്കയുടെ മരം ഉണ്ട്, പേരക്ക ഉണ്ട്, ചേമ്പുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. കാച്ചില്, ചേമ്പ്, പിന്നെ ഇത് ചാമ്പയ്ക്കയുടെ മരമാണേ, വലിയ ചാമ്പയ്ക്ക ഇല്ലേ, പേരയ്ക്ക പോലത്തെ, അതിൻ്റെതാണ്. പിന്നെതാ വാഴകള്. പിന്നെ ഉമ്മച്ചിക്ക് കുറെ കോഴികളും താറാവുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ കഥ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ പുറത്തെ മുട്ടയൊന്നും കഴിക്കില്ല. പിള്ളേർക്ക് പണ്ട് തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ മിന്ന 2 ദിവസത്തിന് മുമ്പേ പട്ടി ഹോട്ടലൊക്കെ അടച്ചോണ്ട് ഭക്ഷണം കിട്ടാത്തോണ്ടായിരിക്കും പട്ടി കയറി കൊറോണ കാരണം പട്ടി വന്ന് എല്ലാത്തിനും തിന്നോണ്ട്. ഇനി രണ്ടാമത് തുടങ്ങി വരണം. ഇത്തിരി ഇത് കണ്ടേ, വെള്ളം ഉള്ളത് കൊണ്ട് വീട്ടേക്കകത്തൊക്കെയാ പപ്പാര വെച്ചിരിക്കുന്നു. ഇവിടെയും കറിവേപ്പില, പപ്പായ. ഇതെന്ത് പത്തല്? അത് ഇതിന് വളമാണ്. ഞാൻ ഓർക്കിഡിന് ഇതിന്റെ വളവും ഇലയും ചാണകനും കൂടിയാണ്. ഇതിന്റെ ഇല പറിച്ച് അത് അരയ്ക്കും, മിക്സിയിലിട്ട് അരച്ചിട്ട് ചാണക വെള്ളവുമായിട്ട് കലക്കിയിട്ടാണ് ഓർക്കിഡിലൊക്കെ ഒഴിക്കുന്നത്. അതൊക്കെയാണ് എൻ്റെ അതിലൊക്കെ നിറച്ചും പൂവുണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്തോ പറ്റി. ഈ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിയുമ്പം ഇവിടെ ഉള്ളതെന്ന് വെച്ചാല് ഈ മരം ഏതാന്ന് ആർക്കെങ്കിലും പറയാമോ? ഏതാ പറഞ്ഞു കൊടുക്കും വെച്ച്? ബട്ടർ ഫ്രൂട്ട്. നമ്മുടെ അവോക്കാഡോ ഇല്ല, അവോക്കാഡോടെ കുരു ഇട്ടിട്ട് കിളുത്തതാട്ടോ. വലിയ മരമായിട്ടൊക്കെ നിപ്പുണ്ട്, കണ്ടില്ല, വലിയ മരമായി. പക്ഷേ നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പം 15 വർഷമൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് ഇത് കായ്ക്കാൻ. അത് ചിലതേ കായ്ക്കുള്ളൂ. നമ്മുടെ നാട്ടിലെ അവോക്കാഡോടെ ആണെങ്കിൽ മാത്രമേ കായ്ക്കുള്ളൂ. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നാണ് അത് കായ്ക്കൂല. പക്ഷേ വെട്ടിക്കളയാൻ തോന്നില്ല, വലിയ മരമായിട്ട് നിപ്പുണ്ട്. പറയെങ്കിലും ചെയ്യാലോ അവോക്കാഡോ ഉണ്ടെന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു മാവുണ്ട്, പപ്പായ ഉണ്ട്. പിന്നെ ഇവിടെ തോമുച്ചയുടെ കുറച്ച് പച്ചക്കറി കൃഷികളാണ്. പച്ചക്കറികളൊക്കെ എല്ലാത്തിനും ഈ വെള്ളീച്ചയുടെ അസുഖം കയറി എന്തെല്ലാം ചെയ്തിട്ട് അത് പോകുന്നില്ല, എല്ലാം നശിച്ചു. വെണ്ടയും കുമ്പളം അതും ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചാളായിട്ട് എനിക്ക് മടുത്ത് ഞാനൊന്നും നോക്കുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഓസിട്ട് ഇലകളെല്ലാം എപ്പോഴും അടിച്ചു കൊടുക്കല വെള്ളം. അതിൽ പിന്നെ കുറച്ച് മാറ്റമുണ്ട്, അല്ലാതെ മരുന്ന് എന്തെല്ലാം ചെയ്തിട്ടും കണക്കാം. പിന്നെ അതേ കരിയാപ്പുണ്ട്, പിന്നെ കരിയാപ്പ് ഈ പറഞ്ഞ പോലെ. ഇത് വെള്ളം കഴിഞ്ഞതിന്റെ അങ്ങനത്തെ വെള്ളം വന്നപ്പോ എല്ലാം പോയതാ. രണ്ടാമതിപ്പം പിന്നെയും കിളിച്ചു വന്നതാ. പിന്നെ മുല്ല പുറകിലിറങ്ങി നല്ല മണം കിട്ടട്ടെ എന്ന് പറഞ്ഞ്
കൊടമുല്ല ഉണ്ട്, പപ്പായ ഉണ്ട്, ഇതാ നെല്ലിപ്പുളി എന്ന് പറഞ്ഞ സംഭവം ആട്ടോ ഇത്. ഇതാ ഇവിടെ നെല്ലിപ്പുളി ഉണ്ട്. നെല്ലിപ്പുളി ഒന്നും പിടിച്ചിട്ടില്ല അല്ലേ? ഇപ്പം പിടിച്ചില്ല, പിടിക്കും പോലെ. നെല്ലിപ്പുളിയുടെ മരമാണ് കേട്ടോ ഇത്. അങ്ങനെ അത്യാവശ്യം എന്താ പറയാ, ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. കാന്താരി നിറച്ചും പിടിക്കുന്നുണ്ട്. കാന്താരി ഉണ്ട് കേട്ടോ, കാന്താരി നല്ല കാന്താരി മുളക് നിലനായിട്ടുള്ള കാന്താരി ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെയുള്ള ചെടികളും മരങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ കുറച്ച് സാധനങ്ങൾ ഞാൻ വിട്ടുപോയിട്ടോ കാണിക്കാനായിട്ട്. അതായത് ഇവിടെ ബ്രഹ്മി, അതുപോലെ അലോവേറ, അങ്ങനത്തെ കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.